ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന വലിയൊരു തീരുമാനമാണല്ലോ കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ കൊടുക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ എന്ന പരിഗണനയല്ലാതെ അവരുടെ APL BPL സാമ്പത്തിക നിലവാരങ്ങളോ വയസ്സോ ഒന്നും മാനദണ്ഡമാക്കാതെ ആണ് ഈ സൗജന്യം കൊടുക്കുന്നത്. മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ആനുകൂല്യമെങ്കിൽ നമ്മളതും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വാഹനത്തിൽ കയറി വരുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ലഭിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. എന്നാൽ തൽക്കാലം നമ്മളിപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പം 3125 ബസ്സുകളാണ് നമ്മുടെ ഓർഡിനറി ബസ്സുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ് KSRTCയിൽ. ഇതിൻ്റെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർവഹിക്കും. സ്വാഭാവികമായും ആ സർവീസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഒരു യാത്രാ വാഹനമാണ്. അതൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ്സല്ല. അതൊരു റൂട്ടിൽ വണ്ടി പോവും. അപ്പോൾ അതിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിത ദൂരം വരെ പോകുന്നതായിരിക്കും. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ളൊരു നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെൻറ് അത് KSRTCക്ക് ഗ്രാൻഡായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം രൂപ ഒരു ദിവസം നമുക്ക് ചിലവ് വരും. അപ്പം അതിൻ്റെ എന്തുമാത്രം ചിലവുകൾ വരും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ടിക്കറ്റ് അവർ വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് സൗജന്യം കിട്ടി, എന്തുമാത്രം ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും KSRTCയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരക്കിതര വരുമാനം, നോൺ ഫെയർ റവന്യൂ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായി നമുക്ക് കൂടുതൽ പരസ്യങ്ങൾ നൽകാം. പല അഭിപ്രായങ്ങളും വന്നിട്ട് ഇതിപ്പോൾ പരസ്യങ്ങൾ നിലവിലുള്ളൊരു കാര്യമാണ്. പക്ഷേ പുതിയ ചില നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ബസ് സ്പോൺസർ ചെയ്യാം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും ബസ് വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അതിൻ്റെ മൊഡാലിറ്റീസ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. പരസ്യം നേരത്തെ തന്നെയുണ്ട്. മുൻ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ഗ്രാമവണ്ടി എന്ന സങ്കല്പം അത് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ 58 ബസ് സർവീസ് മാത്രമാണ് ഗ്രാമവണ്ടി എന്ന രീതിയിൽ ലോക്കൽ ഗവൺമെൻറ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് തുടരും. അതൊരു 500 വാഹനങ്ങളെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി വലിയ കാലതാമസമില്ലാതെ ഓടിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പോകളിലും ഡിപ്പോ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പോലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ MLA മാരും MP മാരും മുനിസിപ്പൽ ചെയർമാന്മാരും എല്ലാം
ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാമുള്ള ഒരു കമ്മിറ്റിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ്. ഇതിനെക്കുറിച്ച് വിദഗ്ധന്മാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാധ്യമങ്ങളിൽ കൂടെ അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചിലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിൻ്റെ, അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് തൊഴിലാളികൾക്ക് ലഭിക്കുന്നൊരു കൂലി വർധനവാണ്. തൊഴിലിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്ന തൊഴിലാളി സ്ത്രീകൾക്ക് അവരുടെ കൂലിയിൽ ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ച് 15% മുതൽ 25% വരെ അവരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കണം. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായ അംഗീകാരം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ വെറും ബാലൻസ് ഷീറ്റിൻ്റെ ലാഭനഷ്ടക്കണക്കിൻ്റെ കള്ളികളിൽ ചുരുക്കി കാണേണ്ട ഒരു നടപടിയല്ല. മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന റിയൽ വേജസ് വർദ്ധിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇത് യാത്രാ സൗജന്യമെന്ന ഒരു ചെറിയ കള്ളിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആകാശത്തിലേക്ക് ഇത് പറക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.